പ്രിയപ്പെട്ടവരെ, വളരെ വേദനാജനകമായ വാർത്തകളാണ് സോഷ്യൽ മീഡിയകളിലും പത്രദോര മാധ്യമങ്ങളിലും ചുറ്റുവട്ടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ മക്കൾ മുതൽ പ്രായം ചെന്നവർ പോലും സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ വളരെ വലിയ തീരുമാനങ്ങളും മുൻകരുതലുകളും നമ്മൾ എടുക്കേണ്ടതുണ്ട്. ചില പ്രിക്കോഷൻസുകൾ അറിയാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെ നാം മരണപ്പെട്ടേക്കാം. അതുകൊണ്ട് പാമ്പുകടിയേറ്റ് ദാരുണമായ അന്ത്യത്തിന് സാക്ഷ്യം കുറിക്കാതെ നമ്മൾ ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പാമ്പുകടിയേറ്റയാൾ ഒരിക്കലും പാനിക് ആകുകയോ അവനെ പാനിക് ആക്കുകയോ ചെയ്യരുത്. അവനെ സമാധാനപ്പെടുത്തുക, കാം ആൻഡ് ക്വൈറ്റായി അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാര്യം പരിഭ്രാന്തനായി കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് കൂടുകയും അതുവഴി വിഷം രക്തത്തിൽ കലരുകയും അങ്ങനെ മരണം പോലും സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സമാധാനിപ്പിക്കുകയും കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നാം കടിയേറ്റ ഭാഗത്ത് മുറുകി കെട്ടുന്ന ഒരു ശീലകഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ കയറുകൊണ്ടോ മറ്റോ ഒക്കെ നാം ഏത് അവയവത്തിനാണോ കടിയേറ്റത് അവിടെ മുറുകി കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് രക്തയോട്ടം നിൽക്കുകയും ആ അവയവം മുറിച്ചു മാറ്റുകയും ചെയ്യേണ്ട സ്ഥിതിവിശേഷം പോലും ഉണ്ടായേക്കാം. അതുകൊണ്ട് മുറുകി കെട്ടുന്ന ശീലം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. കടിയേറ്റയാളെ ഓടാനോ നടക്കാനോ ഒന്നും അനുവദിക്കരുത്. ആ അവയവം അനക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങാനും ആ അവയവം നിരന്തരം ഇളകിയാൽ, അനക്കം സംഭവിച്ചാൽ രക്തത്തിൽ വിഷം പടരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അനങ്ങാതെ ഏത് അവയവത്തിനാണോ കടിയേറ്റത് അവിടെ വടി കൊണ്ടോ സ്കെയില് കൊണ്ടോ ഒക്കെ അയഞ്ഞ രൂപത്തിൽ അത് കെട്ടിവെക്കുക എന്നല്ലാതെ ഒരിക്കലും മുറുക്കി കെട്ടുകയോ അല്ലെങ്കിൽ നിരന്തരം അനങ്ങുകയോ ചെയ്യരുത്. ആ അവയവത്തെ ഒരിക്കലും അനങ്ങാൻ അനുവദിക്കാതിരിക്കലാണ് അവിടെ നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട ദൗത്യം. കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അവയവത്തിൽ മുറുകി കിടക്കുന്ന ആഭരണങ്ങൾ, വാച്ച്, മോതിരം, പാദസരം തുടങ്ങിയവയൊക്കെ നമ്മൾ മാറ്റി ഊരി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം കടിയേറ്റ ഭാഗത്ത് ആ അവയവത്തിൽ നീര് കെട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മുറുകി നിൽക്കുന്നതൊക്കെ നമ്മൾ ആ സമയത്ത് ഊരി വെക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ സാധിക്കുമെങ്കിൽ പാമ്പിൻ്റെ നിറവും രൂപവും ഭാവവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഡോക്ടേഴ്സിന് ട്രീറ്റ്മെൻറ്റ് എളുപ്പമാകുവാനും അത് കാരണമാകും. അല്ലാതെ തല്ലുവാനോ കൊല്ലുവാനോ അതിനെ പിടിക്കുവാനോ നമ്മൾ മുതിരരുത്. അത് തെറ്റും കുറ്റവുമാണ്. ഇത്തരം പ്രാഥമിക കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ വളരെ പെട്ടെന്ന് ആൻറ്റി സ്നേക്ക് വനം കിട്ടുന്ന അല്ലെങ്കിൽ പാമ്പിൻ വിഷത്തിനുള്ള പ്രതിമരുന്ന് ലഭ്യമാകുന്ന ഏറ്റവും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ട് ചികിത്സ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒരിക്കലും വൈദ്യമോ പച്ചമരുന്നോ നിങ്ങൾ കാത്തിരുന്ന് സമയം പാഴാക്കരുത്. സ്നേക്ക് ബൈറ്റ് ഏൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്നത് ASV ആൻറ്റി സ്നേക്ക് വനം മാത്രമാണ്. ഒരിക്കലും അറിവില്ലായ്മ കൊണ്ട് ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പാമ്പ് കടിയേറ്റയാളെ തള്ളിവിടരുത്. നാം അറിയേണ്ട ഒരു സത്യം, ഒരിക്കലും നമ്മെ കടിക്കുവാനോ നമ്മെ കൊത്തുവാനോ കിടക്കുകയില്ല പാമ്പ് ചെയ്യുന്നത്. അത് ഭയക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചവിട്ടുമ്പോഴോ ഒക്കെയാണ് പാമ്പ് പ്രതിരോധിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മെ ഉപദ്രവിക്കാൻ വേണ്ടി കാത്തിരിക്കുകയില്ല അത്തരം ജീവികൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി എപ്പോഴും കരുതലോടെ ജാഗ്രതയോടെ നമ്മൾ നടക്കുകയും പിടിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് പോലത്തെ പ്രകാശ വസ്തുക്കൾ കയ്യിൽ കരുതൽ അനിവാര്യമാണ്. കാരണം ചൂടുകാലത്ത് ഇത്തരം ഇഴജന്തുക്കൾ തണുപ്പ് കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പരിസരങ്ങളിലും മറ്റുമൊക്കെ സ്ഥാനം പിടിക്കുന്നത്. അല്ലാതെ നമ്മെ ഉപദ്രവിക്കാനോ നമ്മെ ആക്രമിക്കാനോ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് നമ്മുടെ പാദരക്ഷകൾ, അതുപോലെ വസ്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള നാം ദിനേന ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും നാം കുടഞ്ഞ് അതിൽ ഒരു ഇഴജന്തുവോ മറ്റു പ്രാണികളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക. നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് വലിയ ദുരന്തങ്ങൾ വന്നു ഭവിക്കാതിരിക്കാൻ എപ്പോഴും
ജാഗരൂകരായി നാം നിലകൊള്ളുക എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.